ഒരു ദേവാലയത്തിലെ കഥ പറയാം. മൺചരാതികൾക്കുള്ളിൽ എണ്ണയൊഴിച്ച് ദീപങ്ങൾ തെളിക്കുന്നതാണ് അവിടുത്തെ പ്രധാന വഴിപാട്. ദൂരദേശങ്ങളിൽ നിന്നും ആളുകൾ എത്താറുണ്ട്. ദേവാലയത്തിനടുത്ത് താമസിച്ചിരുന്ന വയോധികയ്ക്കും ദീപം തെളിയിക്കണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആ വയോധികയ്ക്ക് എണ്ണ വാങ്ങാൻ പണമില്ല. അവർ അടുത്തുള്ള ഒരു എണ്ണ വ്യാപാരിയുടെ വീട്ടിലെത്തി. അവരുടെ ആവശ്യമറിഞ്ഞ അയാൾ എണ്ണ നൽകി. ആ സ്ത്രീ ദേവാലയത്തിലെത്തി ദീപങ്ങൾ തെളിയിച്ചു. പിറ്റേന്ന് രാവിലെ ചരാതികൾ കെടുത്താനെത്തിയ ജോലിക്കാർ അത്ഭുതപ്പെട്ടു. ഒരെണ്ണം പോലും കെടുന്നില്ല. എല്ലാം അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാം കണ്ടുകൊണ്ടിരുന്ന പുരോഹിതൻ പറഞ്ഞു, നദിയിലെ ജലം മുഴുവൻ ഒഴിച്ചാലും അവ കെടില്ല. അത്ര ആഗ്രഹത്തോടെയും ഹൃദയശുദ്ധിയോടെയും തെളിച്ച ദീപങ്ങളാണ്. എണ്ണ തീരുമ്പോൾ അണയുന്നത് വിളക്കല്ല, വെളിച്ചമാണ്. നമുക്ക് നമ്മളിലുള്ള വിശ്വാസത്തിൻ്റെ കരുത്തും അതുപോലൊരു വെളിച്ചമാണ്. അതുകൊണ്ട് മനസ്സിലെ ഇച്ഛാശക്തിയുടെ അഗ്നിശിഖ ഒരിക്കലും അണയാൻ അനുവദിക്കരുത്. മറ്റൊന്നിനും പകരം വയ്ക്കാനാകാത്ത ഒന്നാണിത്. നൈരാശ്യത്തിൻ്റെ ചതുപ്പിലേക്ക് ആ നാളം മുങ്ങിത്താഴാൻ തുടങ്ങുമ്പോഴും പ്രതീക്ഷയുടെ ഒരു തീപ്പൊരിയെങ്കിലും മനസ്സിൽ സൂക്ഷിക്കണം. നിങ്ങൾ അർഹിക്കുന്ന ജീവിതം സ്വന്തമാക്കാൻ തീർച്ചയായും നിങ്ങൾക്ക് കഴിയും. പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ, നിങ്ങൾ ഒരു കാര്യം അതിതീവ്രമായി ആഗ്രഹിച്ചാൽ അത് നിങ്ങൾക്ക് നേടിത്തരാൻ വേണ്ടി ഈ പ്രപഞ്ചം മുഴുവൻ ഗൂഢാലോചന നടത്തും. സ്വപ്നത്തെ അനുഗമിച്ച് നിധി തേടിപ്പോയ സാന്റിയാഗോയുടെ കഥ പറഞ്ഞ പൗലോ കൊയ്ലോയുടെ 78ാം ജന്മദിനം കൂടിയാണ് ഇന്ന്. ഹാപ്പി ബർത്ത്ഡേ പൗലോ കൊയ്ലോ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ മനസ്സിൽ അല്പം നന്മയില്ലെങ്കിൽ നിങ്ങൾ സുഗന്ധമില്ലാത്ത പൂക്കളെ പോലെയാണ്. ആ പൂക്കളും നിങ്ങളും കാഴ്ചയ്ക്ക് മാത്രമേ ഉള്ളൂ.